അഫ്ഗാനി താരം നൂർ അഹമ്മദിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ IPLലും മറ്റുമൊക്കെ ആയിട്ട് അവരെ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. CSKക്ക് അവനെ ടീമിലെടുത്തത് കൊണ്ട് ഒരു നഷ്ടവുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ എന്ന് ആദ്യ കളിയിൽ തന്നെ അവൻ തെളിയിക്കുകയും ചെയ്തു. 4 വിക്കറ്റുകൾ, മുംബൈ ഇന്ത്യൻസിൻ്റെ വിക്കറ്റുകൾ അവൻ പിഴുതെടുത്തു. മുംബൈയുടെ മറുപടി ആരിലൂടെയായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇമ്പാക്റ്റ് സബ്ബായിട്ട് നമ്മുടെ പയ്യൻ മലപ്പുറക്കാരൻ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ വരുന്നത്. വിഘ്നേഷിൻ്റെ പ്രകടനം ഒന്ന് നോക്കണം. ഇതുവരെ കേരള സീനിയർ ടീമിന് വേണ്ടി അവൻ കളിച്ചിട്ടില്ല. കേരള T20 ലീഗിൽ ആലപ്പി റിപ്പിൾസിന് വേണ്ടി കളിച്ചിരുന്നു. മുംബൈയുടെ സ്കൗട്ട്സ് അവനെ കണ്ടെത്തി ഓപ്ഷനിൽ 30 ലക്ഷം രൂപക്ക് അവനെ സ്വന്തമാക്കി. അവൻ IPLന് വേണ്ടി രാഗി മിനുക്കിയെടുത്തു. ഒരു രഹസ്യായുധമായിട്ട് അവർ വളർത്തിയെടുത്ത് ആദ്യ കളിയിൽ തന്നെ അവനെ അങ്ങ് ഇറക്കി അവരതിൻ്റെ ഫലം കൊയ്തെടുക്കുന്ന കാഴ്ച നോക്കുക. അവൻ്റെ ആദ്യ ഓവറിൽ മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരുന്ന ഋതുരാജ് ഗെയ്ക്വാദിനെയാണ് അവൻ പറഞ്ഞു വിടുന്നത്. രണ്ടാമത്തെ ഓവറിൽ ദ്യൂബയെ പറഞ്ഞു വിടുന്നു. മൂന്നാമത്തെ ഓവറിൽ ഹൂഡയെ അവൻ മടക്കി വിടുന്നു. അങ്ങനെ കിടിലൻ ബൗളിംഗ് പ്രകടനം, ഒരു ഡ്രീം ഡെബ്യൂ ആണ് വിഘ്നേഷ് പുത്തൂർ നടത്തിയിരിക്കുന്നത്. കളി കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് സൂര്യകുമാർ യാദവ് പറഞ്ഞു, വിഘ്നേഷ് പുത്തൂർ MI സ്കൗട്ട്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. കഴിഞ്ഞ 10 മാസക്കാലമായിട്ട് ഗ്രേറ്റ് ജോബാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് അവന് മുന്നിലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട് എന്നാണ്. പോരാട്ടങ്ങൾ ഏറെ കണ്ട സൂര്യയാണ് പറയുന്നത് വിഘ്നേഷ് പുത്തൂരിന് മുന്നിൽ ഒരു ശോഭനമായ ഭാവിയുണ്ട് എന്ന്. യെസ്, നമ്മുടെ പയ്യൻ IPLൽ പൊളിച്ചെടുക്കട്ടെ.